പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒരു വൈബ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അയ്യോ ഞാൻ ഇവിടെ എത്തി. അയ്യാ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് നല്ല കുളിർമയുണ്ട് ഗൈസ്. ആരുമില്ല വന്നിരിക്കാൻ. ഈ കാണുന്നത് സുലേഖ ഹോസ്പിറ്റലാണ്. ഹലോ ഗൈസ്, ഞാൻ വീടിൻ്റെ പുറത്ത് ചാടിയിരിക്കുകയാണ് ഗൈസ്. രാവിലെ 10 മണി. ഇപ്പോൾ തേരാപ്പര പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചുമ്മാ നടക്കാം, കളക്കുമ്പോൾ കുറേ വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങളും കൂടി എൻ്റെ കൂടെ പോകുന്നോളൂ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അൽനാദ ദുബായിലാണ്. ആ അൽനാദ ദുബായിൽ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇതെല്ലാം അൽനാദ 2 ഏരിയയാണ്. ദുബായ് കാർമൽ സ്കൂളാണ് ഈ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട് ഈ ഏരിയയിലെല്ലാം. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെയും എല്ലായിടത്തും പ്രാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹലോ. അവിടെ ഇവിടെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്കൂളിൻ്റെ സൈഡ് ഏരിയ. ഇതെല്ലാം കണ്ടോ റെസിഡൻഷ്യൽ ഏരിയ. പൊക്കം ഉള്ളതും പൊക്കം ഇല്ലാത്തതും ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നടക്കാൻ നല്ല സുഖം. ഒരു 20 ഡിഗ്രി 90 ഡിഗ്രി ആ ഒരു ഇത് റേഞ്ച് വരും. ഈ റോഡിൽ കൂടെ തന്നെ പല പല വഴികൾ ഇങ്ങനെ തിരിഞ്ഞ് പോകും. എല്ലാം റെസിഡൻഷ്യൽ ഏരിയയിലോട്ടാണ് പോകുന്നത്. നടന്ന് ഞാൻ ആ ഒരു മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നടന്നു പോകണം. പോയി നോക്കാം അല്ലേ. അവിടെയാണ് ഒരു പോണ്ട് പാർക്ക് ഉള്ളത്. ജസ്റ്റ് പോയി നോക്കാം. സെൻട്രൽ സ്കൂൾ, ദുബായ് സെൻട്രൽ സ്കൂൾ. ഒക്കെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം. അപ്പുറത്തെ സൈഡാണ് പോകേണ്ടത് ഗൈസ്. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, ആരുടെയും കൂട്ടില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കിടിലം വൈബാണ് കേട്ടോ. സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു മടിയാണ് പുറത്തിറക്കാൻ. ഇതിപ്പോൾ ചേട്ടൻ നിർബന്ധിച്ചത് കൊണ്ട് ഞാനിങ്ങ് പുറത്തിറങ്ങിയെന്നേ ഉള്ളൂ. പക്ഷെ ഒരു രസമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ആരുടെയും ശല്യമില്ലാതെ ഇങ്ങനെ പോവാനും ഒരു വൈബാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒറ്റയ്ക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യുക, ആരുടെയും കൂട്ടില്ലാതെ. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഒരു വൈബ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതൊരു വേറെ ലെവലാണ്. മറ്റത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴും അവരുടെ കൂടെ ഇവിടെ കൂടെയൊക്കെ പോകുമ്പോൾ അവരുടെ സൗകര്യം കൂടി നമ്മൾ നോക്കണ്ടേ. സോ ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഫുൾ ഫ്രീഡം. സൂപ്പറാണ്. അയ്യോ ഞാൻ ഇവിടെ എത്തി. അയ്യാ ഇതേതാ ജില്ല? അതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. എന്തുമാത്രം ബിൽഡിങ്സാണ് അവിടെ ഉള്ളത്. അങ്ങോട്ടൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഇതാ ഈ ഒരു ബിൽഡിംഗ് ഉള്ള അല്ലേ. ഇതേത് ഹോട്ടലല്ല, സോറി. ഇവിടെയൊക്കെ വെള്ളം കിടക്കും. ഒരു മോസ്ക് ഉണ്ട്, ഇതേ കണ്ടില്ലേ. ദിസ് ഈസ് പോണ്ട് പാർക്ക്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്. കഫേയാണ് റെസ്റ്റോറൻറ്റ്. എൻട്രൻസിൻ്റെ അവിടെ തന്നെ ടോയ്ലറ്റ്സ്, സീറ്റിംഗ് ഏരിയ, അക്സസിബിലിറ്റി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്നൊക്കെ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഗൈസ്. എൻ്റെ മുടിയെല്ലാം കൂടി പറഞ്ഞാൽ കേൾക്കാതെ കയറിയിരിക്കുക. ഞാൻ ഈ പോണ്ട് പാർക്കിലെത്തി ഗൈസ്. ഇവിടെ ഒന്നും ആരും ഇല്ല. രാവിലെ ഒന്ന് വർക്കിംഗ് ഡേ അല്ലേ. സുഖം. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇവിടെ. എനിക്കൊന്നും ഈവനിങ് മാത്രമേ അവർ ഓപ്പൺ ആകത്തുള്ളൂ. ചിൽഡ്രൻസ് ഗെയിം റെൻറ്റിങ് ഇതൊക്കെ അവർ അതിന് വെച്ചിരിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ കിടക്കുക കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു പോണ്ട്, ചെറിയൊരു പോണ്ട്. ഇതിങ്ങനെ ചുറ്റി നടന്ന് ഈ ആളുകളൊക്കെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഇവിടെ വരും. ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കാം. നല്ലപോലെ എക്സസൈസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ. അൽനാദ പോണ്ട് പാർക്കിൽ കൂടെ പ്രിയങ്ക നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, നോ എൻട്രി. ഇതാണ് പാർക്ക് ഇവിടുത്തെ. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഇഷ്ടംപോലെ ഫ്ലവേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടക്കുമ്പോൾ ക്ഷീണിക്കുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ലേഡീസൊക്കെ കുറേ പേര് അവിടെ ഗ്രൂപ്പായിട്ടിരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞാനും നടക്കാം. എനിക്ക് ഗ്യാതറിംഗ് ഒന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട് ഇവിടെ അടുത്തല്ല. ഇതിൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഡെയിലി ഇവിടെ വന്ന് ജോഗിങ്ങോ വാക്കിങ്ങോ ഒക്കെ ചെയ്തേ. കുറച്ച് നടക്കാനുണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. ഇവിടെ ജോഗിങ് ട്രാക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്.
നോ മോട്ടോർ സൈക്കിൾ ബൈസൈക്കിൾ, നോ സ്പിറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഫൈൻ വരും, പണിഷബിൾ ബൈ ലോ. അയ്യോ എന്താ രസം വെച്ചു പിടിച്ചിരിക്കണം. നോക്ക് ഇതെന്ത് പോവാ, അടിപൊളി. തണുപ്പ് സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അവർക്ക്. ഇത് നോക്കിയേ, ഒരു ഇല പോലും ഇല്ല ഈ ചെടിയിൽ, അടിപൊളി. എന്തായാലും കണ്ണിന് നല്ല കുളിർമയുണ്ട് ഗൈസ്. ഈ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന സൈക്കിൾ ട്രാക്കിൽ കൂടെയാണെന്ന് തോന്നുന്നത് കേട്ടോ. വേണ്ട ഒരു ചെറിയൊരു കിളി ഇവിടെ ഒളിച്ച് നിൽപ്പുണ്ട് ഗൈസ്. ഇത് രാവിലെ ഒരു 10:30 ആയതുകൊണ്ടാണ് ഒരു മനുഷ്യനെയും കാണാത്ത ഇവിടെ ഒന്നും കേട്ടോ. ഈവനിങ് ടൈമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. എന്തായാലും ഈ കാണുന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്കൊക്കെ എന്തായാലും അടിപൊളി. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാർക്കിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാമല്ലോ. ഒരു റൗണ്ട് കറങ്ങി വന്നാൽ തന്നെ ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ട്. സോ ഞാനിങ്ങനെ കുറേ നടന്നു വന്നു ഗൈസ്. കറങ്ങി എത്തി ഇപ്പുറത്തെ സൈഡ്. ഇനി ഒരു കറക്കം കൂടി കറങ്ങി അങ്ങ് എത്തും, നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തും. പകുതി കറക്കം കഴിഞ്ഞു ഞാൻ. ഓ നമുക്ക് എന്തുമാത്രം പൂക്കളാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന്. അടിപൊളി. ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ദുബായിലെ റോഡാണ് കേട്ടോ. നേരെ നമ്മുടെ അൽനാദ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് കയറും ഈ ഒരു റോഡ്. ആളുകൾ ഈ സമയത്തും ജോഗിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഇതിൻ്റെ മണ്ടയിലായിട്ട് 2 കിളികൾ നിൽപ്പുണ്ട് കണ്ടോ. ചിറക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അടിപൊളി. ഇതേ ഒരു ബട്ടർഫ്ലൈ അവിടെ അനങ്ങാതെ നിൽപ്പുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനിരുന്നതാണ്. ഇവിടെ കണ്ടില്ലേ കുറേ സീറ്റുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. എന്താ സുഖം ഈ സമയത്ത് വന്നിങ്ങനെ ഇരിക്കാനായിട്ട്. പക്ഷെ ഒരാളും ഇല്ല, അധികം ആൾക്കാരും ഇല്ല, തിരക്കും ഇല്ല. നല്ല പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ, നല്ല കാറ്റും. എന്തായാലും എൻ്റെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടോ. ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി വന്നിരിക്കാൻ, കുറച്ച് റീൽസൊക്കെ എടുത്തു, സ്വന്തമായിട്ട് എടുത്തു. എല്ലാം സ്വന്തമായിട്ട് എൻ്റെ കൂടുതൽ ഞാൻ റീൽസ് എടുക്കുന്നത്. ആരുമില്ല, വന്നിരിക്കുക കൂട്ടിന്. പൂക്കളുടെ ഭംഗിയും കണ്ട് ആസ്വദിച്ച് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു ഗൈസ്. റെസ്റ്റ് എടുത്തിട്ട് ഞാൻ എന്താ തിരിച്ച് പോകാൻ പോവുകയാണ്. എനിക്കിവിടെ പോകാൻ തോന്നുന്നില്ല. എന്താ ഭംഗി നോക്കിയേ, അടിപൊളിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉള്ള ഒരു പാർക്കും ഉണ്ട്, മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു വൈബ് വേറെ, ഈ ഒരു വൈബ് വേറെ അല്ലേ. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാം, ഈവനിങ് വരെ വന്നിരിക്കാം. ആ ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം, ബുക്ക് വായിക്കാം, എന്ത് വേണോ ചെയ്യാം ഗൈസ്. ഇവിടെ 3 ട്രാക്കുണ്ട്. ഇതൊരു ട്രാക്ക്, പിന്നെ ഇതൊരു ട്രാക്ക്, ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ട്രാക്കുണ്ട്. ഇവിടെ 3 ട്രാക്കുണ്ട്. ഒന്ന് വാക്കിങ്, സൈക്ലിങ്, ജോഗിങ്. ഇതിൽ ഏതാണ് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതിലാണെന്ന് എനിക്കറിയത്തില്ല. 3 ട്രാക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഏരിയയിൽ നിന്നാണ് ഞാൻ നടന്നു വന്നത്. ഇങ്ങനെ എത്തി. ഷോ കിളികളൊക്കെ കുറുകുറാന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഗൈസ്. വീട്ടിൽ എങ്ങനെയായിരിക്കും അവർ ഈ കുളം ഉണ്ടാക്കിയത്, ഈ പോണ്ടവരുണ്ടാക്കിയത് എന്നതാണ് എൻ്റെ സംശയം. കുറേ ചെയർസൊക്കെ ഇവിടെ ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ പുല്ലിലും ഇരിക്കാം. നിങ്ങൾക്ക് ഫുഡൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ സുഖമായിട്ടിരുന്ന് ഫുഡൊക്കെ അടിച്ച് ചായയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഇത്രയും കറങ്ങി ഞാനിവിടെ വന്നു. എല്ലാം ഓരോരോ കടകളുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഈ റോഡിൻ്റെ ഇടയ്ക്കാണ് അവർ ഇത്രയും വലിയ പാർക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, മിഡിലായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുക പാർക്ക്. ആകാശമൊക്കെ കാത്തിരിക്കുന്നു, വേഗം ഓടി രക്ഷപ്പെടട്ടെ. ഞാനാണെങ്കിൽ കുട എടുത്തിട്ടില്ല, തൊപ്പി എടുത്തിട്ടില്ല, വേഗം സ്ഥലം വിട്ടാൽ മഴ കൊള്ളാതെ വീട്ടിലെത്താം. ഈ കാണുന്നത് സുലേഖ ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ്. എല്ലാം ദുബായ് അൽനാദ ഏരിയ ആയിരിക്കും. ഫിറ്റ്നസ് ഏരിയ അങ്ങോട്ട്, അക്സസിബിലിറ്റി, സീറ്റിംഗ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്. ഈ കാണുന്ന സൈക്കിൾ ട്രാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. 1300 മീറ്റർ ഇട്ടിട്ടുണ്ട്. ബാഡ്മിൻ്റൺ കോർട്ടും ഫുട്ബോൾ കോർട്ടും ഉണ്ട് കേട്ടോ അപ്പുറത്ത്.
നടന്ന് നടന്ന് താണ്ട് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്താറായിട്ടുണ്ട്. ഇതിവിടെ മഴയും വെയിലും ഒന്നും കൊള്ളാതിരിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെറ്റപ്പ് കൊള്ളാമല്ലേ? സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ്, ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം പ്രിയ, ബൈ.